ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, ഞാനിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കിച്ചൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എനിക്കൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പം കുറേ ആയി ഞാനൊരു പുതിയ ഫോൺ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ അത് എത്ര കാലം പോവും എന്നിട്ട് വേണേ ഒന്ന് എടുക്കാമെന്നുള്ള രീതിക്ക് നിന്നത്. സോ അത് ഏകദേശം അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു ഫോൺ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് തന്നെ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പം നാട്ടിലെത്തിയപ്പോഴാണല്ലോ ഫോൺ ചീത്തയത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ദുബായിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു 10 ദിവസത്തോളം ഞാൻ ഫോൺ ഒന്ന് യൂസ് ചെയ്യാതെ നിന്നു. കുറേ കാലത്തിന് ശേഷം, കുറേ വർഷത്തിന് ശേഷമാണ് ഒരു 10 ദിവസം ഫോൺ ഒന്ന് യൂസ് ചെയ്യാതെ നിൽക്കുന്നത്. കാരണം വേറെ ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ വാങ്ങേണ്ടതോ ഒന്നും ഒരു ചിന്ത വരില്ല. സോ ഞാനൊരു 10 ദിവസം ഞാൻ ചിന്തിച്ചു, എന്താ ചെയ്യേണ്ടത്, ഫോൺ വാങ്ങണോ അല്ലെ ഇത് വീണ്ടും റിപ്പയർ ചെയ്തെടുക്കണോ, അങ്ങനെ കുറേ ചിന്തകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഫൈനലി ഫോൺ വാങ്ങാം. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് പോയതാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്ന് വാങ്ങും, ഏതാണ് നല്ല ഷോപ്പ് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരെയും പറയുന്നതൊക്കെ കേട്ട് അപ്പോൾ എല്ലാവർക്കും താല്പര്യം മൈജി പോയി വാങ്ങാനാണ്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു മൈജി തന്നെ പോകുക. കാരണം നമ്മളെ വീട്ടിലേക്കൊക്കെ കുറേ സാധനം എടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ അവിടേക്കാണ് പോകുന്നത്. കോഴിക്കോട് ഏറ്റവും വലിയ ഷോറൂം ആയിട്ടുള്ള മൈജിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി സംസാരിച്ചു. പിന്നെ ഫോണൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ഫോൺ എടുക്കാനാണ് വന്നിട്ടുള്ളതെന്ന്. ഞാൻ 17 Pro Max എടുക്കാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാണെന്നുള്ള അറിയില്ല. ഞാൻ 17 ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്നാണ് വിചാരിച്ചത്. ഐഫോൺ എൻ്റെ ഫസ്റ്റ് ഐഫോണാണ്. ഞാനിതുവരെ സാംസങ് ഒക്കെയാണ് യൂസ് ചെയ്തത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട്. അതിൻ്റെ മുന്നേ ഞാൻ റെഡ്മിയോ വിവോ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഐഫോണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുക, എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കണം കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ 17 ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചൊന്നുമില്ലേ. 17 അല്ലെങ്കിൽ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് അല്ലാതെ ഇന്നത് എന്നുള്ള ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് പ്രോ മാക്സ് അങ്ങോട്ട് വേറെ ഒന്നും എടുക്കാൻ മനസ്സ് വരുന്നില്ല. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുട്ടോ ഈ വീഡിയോ വാലും തലയൊന്നും ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നല്ല എടുക്കുന്നത് എൻ്റെ അമ്മേൻ്റെ ഫോണിനാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് അടിപൊളിയാക്കാം. നമുക്ക് നമ്മളെ പുതിയ ഫോൺ നോക്കി എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അവർ പറഞ്ഞു നമ്മളടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം സെലക്ട് ചെയ്തു, പ്രോ മാക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ അടച്ചു. പിന്നെ അവർ നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. പിന്നെ എന്നോട് ഇത് അൺബോക്സ് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്യാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മളെ ഫോണൊക്കെ അൺബോക്സ് ചെയ്തു. പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജർ, അതിൻ്റെ സ്ക്രീൻ കാർഡ് ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫോൺ വാങ്ങി നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം സമയം എനിക്ക് തോന്നുന്നു 2:30 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്നൊരു 12:30 ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ ടോപ്പ് ഫോമിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കത്ര എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ ഞാൻ പോയതാണ്. എനിക്ക് ഒരു പാരഗൺ ഫാനാണ് ഞാൻ. എനിക്ക് എപ്പോഴും ടൗണിൽ പോയ പാരഗണിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് താല്പര്യം. പിന്നെ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് സൺഡേ ആട്ടോ നമ്മൾ ഈ ഫോൺ എടുക്കാൻ പോയിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മൺഡേ ഓർ ട്യൂസ്ഡേ ഒക്കെ ആയിരിക്കും. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിനൊക്കെ ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആ ബ്രേക്കിന് നമ്മളിങ്ങനെ ഒരു കഥ പറയുകയാണ്. എനിക്ക് തോന്നുന്നു എന്നെ പറ്റി എന്തോ ആണ് പറഞ്ഞത്. അതാണ് എൻ്റെ എക്സ്പ്രഷൻ മാറിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ എനിക്ക് തോന്നുന്നത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് നീലേട്ടൻ പറയുന്നുണ്ട് നീ മീൽസ് ഓർഡർ ചെയ്യേണ്ട, നീ ബിരിയാണി ഓർഡർ ചെയ്താൽ മതി. ഞാനും എൻ്റെ അച്ഛനും അമ്മയും മീൽസാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കസിനും നീലേട്ടനും ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാണ്. അപ്പോൾ എന്നോട് നീലേട്ടൻ പറയേണ്ടത് നീ ബിരിയാണി ഓർഡർ ചെയ്തോ, നീ എൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് ആരും ഇല്ലെങ്കിലെന്ന്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പാരഗണിലെ ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ അങ്ങനെ പരീക്ഷിക്കാൻ നിൽക്കാറില്ല. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ലഞ്ച് ടൈമിലാണ് വരുന്നതെങ്കിൽ ഞാൻ മീൽസാണ് വാങ്ങാറ്. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പം ഭയങ്കര ഫേവറേറ്റ് ആണ് ചോറും സാമ്പാറും മീൻകറിയും ഉപ്പേരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴും ഞാൻ ബിരിയാണി തന്നെയായിരുന്നു എവിടെ പോയാലും കഴിക്കുക. പിന്നെ എനിക്ക് ദുബായിൽ പോയിട്ടോ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ചോറ് സാമ്പാറിനോടൊക്കെ ഭയങ്കര കൊതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ നമുക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നു അയ്യോ ബിരിയാണി കഴിക്കേണ്ടില്ലായിരുന്നു, ചോറ് കഴിച്ചാൽ മതിയെന്ന്. ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീൽസ് ഓർഡർ ചെയ്തത്. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ വോയിസിന് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഇതിപ്പോൾ വേറൊരു ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല. വഴിയൊക്കെ അല്ലേ, ഇനി സൗണ്ട് ചേഞ്ച് ആയതാണോ എന്ന് അറിയില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എങ്ങനെയാണ് സൗണ്ട് എന്നുള്ളത്. ആക്ച്വലി എനിക്കാണ് ഫോൺ വാങ്ങാൻ വന്നെങ്കിലും മൊത്തം കാര്യങ്ങൾ നോക്കിയതും ഒക്കെ ചെയ്തതും നിഖിലാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ, ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഒരു 4 വീഡിയോ എങ്കിലും ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കർക്കിടകത്തിൻ്റെ ക്ലീനിങ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ 3-4 ടൈപ്പ് ഓഫ് വ്ളോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, എൻ്റെ ഫോൺ
ഡാമേജ് ആയില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു 2 വ്ളോഗുകളും ഞാൻ എഡിറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. എന്തായാലും വേണ്ടിയില്ല, ഇനി ഞാനതൊന്ന് എന്തായാലും റിപ്പയറിന് കൊടുക്കും. എന്നിട്ട് ഞാനതൊരു സെക്കൻഡ് ഫോണായിട്ട് തന്നെ എന്താ പറയുക യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫുഡൊക്കെ വന്ന് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടിയതാട്ടോ. പഴയ എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നിഖിലേട്ടൻ എന്തോ വീഡിയോ എടുക്കണ്ട, കഴിക്കുന്ന വീഡിയോ കാണാൻ രസമില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഫോൺ പിടിച്ച് മാറ്റാൻ നോക്കണം. ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുറേ മുന്നേ 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ ആപ്പിൾ സ്റ്റോറിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ബെറ്റർ എന്നുള്ളതൊക്കെ. അവർ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ ലുലുവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളൊരു കസിൻ വർക്ക് ചെയ്യും. ഞാൻ മൈജിന്ന് എടുക്കണോ ഐഫോൺ സ്റ്റോറിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയതുകൊണ്ട് എൻ്റെ ഒരു മൈജിയിൽ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മൈജിന്ന് എടുക്കുക, ട്രസ്റ്റഡ് ആണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ മൈജി, അപ്പോൾ അവിടെ നിന്ന് എടുക്കുക. പിന്നെ ഏതെങ്കിലും ഐഫോൺ ഷോപ്പിലൊക്കെ പോയി പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ആ ഷോപ്പൊക്കെ പൂട്ടി പോയി കഴിഞ്ഞാലോ. സോ മൈജി എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിർത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ SM സ്ട്രീറ്റൊക്കെ പോയി ഫോണിന് കേസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നല്ല മഴയായിരുന്നു. പിന്നെന്താ അങ്ങനെ വീട്ടിലെത്തി ഫോണൊക്കെ ഒന്നും കൂടെ അൺബോക്സ് ചെയ്തു. പിന്നെ ഇങ്ങനെ മഴ കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ ഫോണിൽ അടുത്ത വീഡിയോ കാണാം. ചാനലൊക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.